മോനെന്നാ കഴിക്കാൻ വേണ്ടേ? സാൻഡ്വിച്ചോ? ഓക്കേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹോം മെയ്ഡ് സാൻഡ്വിച്ച്. അരിയലും വെക്കലും എല്ലാം ഡിയ തന്നെ, കഴിക്കാൻ ഞങ്ങൾ. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. കയ്യിൽ കയറിയിട്ടിട്ട് പ്ലേറ്റിൽ വെച്ചരിയുന്നു. ഇതെന്താ ഡിയ, പുതിയ രീതിയാണോന്ന് ചോദിച്ചപ്പോഴാണ് ഡിയായ്ക്കും ബോധം വന്നത്. പിന്നെതാ കയ്യിലെടുത്ത് വെച്ചരിയുന്നു. എന്തിനോ വേണ്ടി കയ്യിലിട്ട കയ്യോറ ചോദിച്ചതിന്റെ പേരിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തി. കുക്കിംഗ് വിത്ത് പൊട്ടത്തരം അടുത്തിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏഞ്ചൽ ചേച്ചി. അതിനിടയ്ക്ക് ഡിയ ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കി. സ്വന്തമായിട്ട് മണത്ത് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് നിർവൃതി അടയുന്ന ഡിയ. പിന്നെയും കയ്യോറ ഇതൊക്കെ ഇട്ടുകൊണ്ട് എന്തിനാണോ ഈ മുട്ടയടിക്കുന്നത്? മൊത്തം പൊട്ടത്തരമാണല്ലോ, പേടിക്കണ്ട, ടെൻഷൻ അടിച്ചിട്ടാ. ആദ്യമായിട്ടാണ് ഡിയയുടെ കുക്കിംഗ് പുറലോകം കാണുന്നത്. ഒഴിച്ച മുട്ടത് തിരിച്ചെടുക്കുന്നു ചോദിച്ചപ്പോ പറയുക എല്ലാവർക്കും തികയണ്ടേ. അത് സത്യമാണ്. എന്റെ പൊന്നെ, വീണ്ടും കോമഡി. ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു. തിരിച്ചിടാനെടുത്ത മുട്ട ഇപ്പം വെളിച്ചാടി. അതിന് മുട്ട എങ്ങും പോയില്ല. അപ്പൊ ദേ വിശക്കണെന്ന് പറഞ്ഞ ആള് വന്നു. വിശക്കണുവിന്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണ് ഒന്നും മിണ്ടുന്നില്ല. തൽക്കാലം ഒരു ബ്രെഡ് കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടു. അടുത്ത പരിപാടി ചൂടായി വന്ന് തവയുടെ പുറത്തോട്ട് ബ്രെഡ് ഇട്ട് തിരിച്ചു മറിച്ചിട്ട് അത് ചൂടാക്കി. കൂടെ തന്നെ ചട്ടുകത്തിന്റെ സഹായം കൂടാതെ കൈ പൊള്ളാതെ എങ്ങനെയൊക്കെ ബ്രെഡ് ചൂടാക്കി എടുക്കാന്നുള്ള പരീക്ഷണം കൂടെ നടത്തുന്നുണ്ട്. പരീക്ഷണത്തിൽ നോം വിജയിച്ചിരിക്കുന്നു. കൈ പൊള്ളാതെ ചൂടാക്കിയെടുത്ത ബ്രെഡുകളൊക്കെ തന്നെ ത്രികോണയായി മുറിച്ചെടുത്തു. അടുത്തതായി അടുക്കി വെക്കലിന്റെ ഘട്ടമാണ്. അങ്ങനെ ഒരു ത്രികോണ ബ്രെഡ് എടുത്ത് കുറച്ച് മയോണൈസ് വെച്ച് മുട്ട വെച്ചപ്പോഴാണ് ഓർത്തത് ദൈവമേ പച്ചക്കറി വെച്ചില്ലല്ലോ. പിന്നെ മുട്ട എടുത്ത് മാറ്റി നമ്മുടെ പച്ചക്കറി കുട്ടന്മാരെ വെച്ചിട്ട് വീണ്ടും മുട്ട വെച്ച് മയോണൈസ് ഒഴിച്ച് പച്ചക്കറി വെച്ച് ബ്രെഡും കൂടെ വെച്ച് അങ്ങ് ക്ലോസ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ അങ്ങ് സെറ്റ് ആക്കി എടുത്തു. സാൻഡ്വിച്ച് റെഡി. ആദ്യം നമ്മുടെ വിശക്കണൂന് കൊടുത്തു. ഒറ്റക്കടി ഒറ്റ തുപ്പ്. എനിക്കിതൊന്നും വേണ്ട, നടുക്ക് വെച്ചിരിക്കുന്ന ആ മുട്ട മതിന്ന്. അത് കൊടുത്തപ്പോ ആള് ഹാപ്പി. വിശക്കണൂന്റെ കാര്യം സെറ്റായി. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സാൻഡ്വിച്ച് അങ്ങോട്ട് നേരത്തെ വെച്ചിട്ട് ചെറിയൊരു അലങ്കോല പരിപാടി. നിങ്ങളാ മുഖത്തോട്ടൊന്നും നോക്കിയാൽ എന്നാ ഒരു സന്തോഷവാ. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇത്രയും സക്സസ് ആയതിന്റെ ഒരു അഹങ്കാരം ആ മുഖത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിയയുടെ ഹോം മെയ്ഡ് സാൻഡ്വിച്ച് കഴിച്ചു നോക്കി. കുക്കിംഗിൽ പൊട്ടത്തരവും കോമഡിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും തന്നെ സാൻഡ്വിച്ചിനെ ബാധിച്ചിട്ടില്ല കേട്ടോ. ഡിയ നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. നിങ്ങൾ തന്നെ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ തന്നെ സൂപ്പർ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ടേസ്റ്റ് അറിയണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നേ. സംഭവം വളരെ സിമ്പിൾ അല്ലേ, ചുമ്മാ ഉണ്ടാക്കി നോക്കുന്നേ. അപ്പൊ ശരി എന്നാ, ബൈ.